കല്യാണിയെ തിരഞ്ഞു നടക്കുന്നതിനിടയിൽ കാവിൽ വെച്ച് ഉണ്ണി ദക്ഷിണയെ കാണുന്നു. കല്യാണിയെ കാണാതായ വിവരം പോലീസിൽ അറിയിക്കണമെന്ന് പറയുന്ന ഉണ്ണി. അത് നിഷേധിക്കുന്ന മുത്തശ്ശി. കല്യാണിക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്നും അവളെ ശിവനാഗം സംരക്ഷിക്കുമെന്നും പറയുന്ന മുത്തശ്ശി. നാഗമഠത്ത് തറവാട്ടിൽ സ്വാതിയുടെ അച്ഛൻ വന്ന് പ്രശ്നമുണ്ടാക്കുന്നു. ഒടുവിൽ അത് കയ്യാങ്കളിയിലെത്തുന്നു. ഉണ്ണിയെ തല്ലുന്ന മുത്തശ്ശി, ഉണ്ണിയെ ആശ്വസിപ്പിക്കുന്ന ദക്ഷിണ. അത് കാണുന്ന രേണുക. ഉണ്ണിയെ തല്ലേണ്ടി വന്നതിൽ പശ്ചാത്തപിക്കുന്ന മുത്തശ്ശി. ഇനി തുടർന്ന് കാണുക. ഏട്ടാ, കാര്യങ്ങളൊക്കെ കലങ്ങി മറിഞ്ഞിരിക്കണു. പടിയേറ്റിനു മുമ്പ് പല അനർത്ഥങ്ങളും ഈ ഇല്ലത്ത് സംഭവിച്ചിരിക്കണു. ശിവനാഗങ്ങളുടെ മരണം മാത്രമല്ല, ഈ ഇല്ലത്തെ കൂടപ്പുറപ്പിനെ പോലെ കഴിഞ്ഞു വന്ന കല്യാണിയെ വരെ കാണാതായ സാഹചര്യവും, ഈ ഇല്ലത്ത് താമസിക്കാനെത്തിയ വൈഷ്ണവിയുടെ കൂട്ടുകാരി സ്വാതി എന്ന കുട്ടിക്ക് സംഭവിച്ച അപകടവും എല്ലാം അവലക്ഷണം തന്നെ. എന്താ ഇപ്പൊ ചെയ്യാ? പോണം, മേലേടത്തിന് പോയി കാണണം, ദേവപ്രശ്നം നടത്തണം. പക്ഷെ അവിടെ വെച്ചല്ല, ഇവിടെ ഈ ഇല്ലത്ത് എന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ആവണം. മേലേടെ നല്ല തിരക്കില. ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങോട്ടെത്താൻ പറഞ്ഞാ പോരെ? മതി, എത്ര തിരക്കായാലും മേലിടം വരും. ദേവപ്രശ്നം നടത്തും. ഇല്ലത്തിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാര്യകാരണ സഹിതം പോംവഴി നൽകാൻ മേലേടത്തിന് മാത്രമേ സാധിക്കുള്ളൂ. ഈ ഇല്ലത്തെ കാത്തു രക്ഷിച്ചോളണേ എന്റെ നാഗത്തമാരെ. ഹലോ, മേലേടല്ലേ? ഇത് നാഗപടത്തുനിന്ന് നാരായണൻ നമ്പൂതിരിയാ. നമസ്കാരം. നമസ്കാരം. എന്താണാവോ ഈ സമയത്ത്? ചില പ്രശ്നങ്ങളുണ്ട്. ഭട്ടതിരിപ്പേണ്ണ ഉടപ്പത്തോട് വിളിച്ചു വരുത്താൻ പറഞ്ഞിരിക്കണു. കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാ. നാളെ ഒരു ദീർഘയാത്ര പോവാണല്ലോ, അതും ഇന്ത്യക്ക് പുറത്താ. ഓ, 10-15 ദിവസം അവിടെ തന്നെയാ. വന്നിട്ട് പോരെ? ഉടപ്പുറന്നുള്ള അടുത്തുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ. മേലേടം നാളെ വിദേശത്ത് പോവാ. വന്നിട്ട് പോരെ ദേവപ്രശ്നം? പോരാ, കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ആകാമെന്ന് പറയൂ. അതിനും കഴിഞ്ഞില്ലെങ്കിൽ വിദേശയാത്ര മാറ്റിവെക്കാൻ പറയൂ. ഇല്ലത്തെ കാര്യങ്ങൾ കഴിഞ്ഞു മതി മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഉടപ്പറന്നോള് പറയുന്നത് ഇന്ന് തന്നെ ആകാന്ന. കാര്യത്തിന്റെ ഗൗരവം അല്പം കൂടുതലാ. എന്നാ ആയിക്കോട്ടെ, ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടാം. ഓ ശരി. മേലേടം വരുന്നു. ഇപ്പൊ തന്നെ എല്ലാ ഒരുക്കങ്ങളും തുടങ്ങാം. രേണു, മേലെടുത്ത് തിരുമേനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഒരുക്കിക്കോളൂ. അവിയലും പുളിശ്ശേരി സാമ്പാറും തീയലും ഒക്കെ. ഒന്നിനും ഒരു കുറവും ഉണ്ടാവണ്ട. ശരി മുത്തശ്ശി. മേലേടം വന്നിട്ട് എന്താച്ചാ എന്താ മേലേടം, ഇനി എത്താറായില്ലേ? എല്ലാരും കാത്തിരിക്കാ മേലേടത്തെ. അക്കാര്യത്തെ കുറിച്ച് പറയാൻ തന്നെ വിളിച്ചത്. വരുന്ന വഴിയാ, പക്ഷേ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം ബ്രേക്ക് ഡൗൺ ആയി. ലക്ഷണം അത്ര പന്തിയല്ലല്ലോ തിരുമിനി. എന്താ ചെയ്യാ? ദേവപ്രശ്നം മാറ്റിവെച്ചാലോ? എന്റെ വിദേശയാത്ര കഴിഞ്ഞു വന്നിട്ട് പോരെ? ഉടപ്പറന്നോർക്ക് കൊടുക്കാം. ഏട്ടാ, ഇങ്ങ് തരൂ, ഞാൻ സംസാരിക്കാം. എന്താ മേലേടം? ഞാൻ ഏതാണ്ട് അങ്ങോട്ട് എത്താറായി. പക്ഷേ ഞാൻ സഞ്ചരിച്ച വാഹനം ബ്രേക്ക് ഡൗൺ ആയി. ഞാൻ തിരുമേനോട് വിവരം പറഞ്ഞു. ലക്ഷണപ്പിശകാണല്ലോ നാഗവണത്തമ്മേ. വിദേശയാത്ര പോയി വന്നിട്ടായാലോ ദേവപ്രശ്നം? പറ്റില്ല, അത്രയും വൈകാൻ പാടില്ല മേലേടം.
അത്രയ്ക്ക് അത്യാവശ്യമാ. ലക്ഷണപ്പിശകൊന്നും മുഖവിലക്കെടുക്കണ്ട. മറ്റൊരു വണ്ടിയിൽ വേഗം മേലടെ ഇങ്ങ് വന്നോളൂ. മേലേടത്തിന് വരെ യാത്രാക്ലേശം. കാരണം എന്താ? എങ്ങനെയും ദേവപ്രശ്നം മുടക്കാനുള്ള ക്ഷുദ്രശക്തികളുടെ കളിയാ. സുഹൃതക്ഷയം. നാഗമഠത്തേക്ക് വരണ ആൾക്കാരുടെ വഴി വരെ മുടക്കണു. അതും മേലിടത്തെ പോലുള്ള ഒരാളുടെ. നമുക്ക് നോക്കാം എത്ര വരെ പോകുന്ന. എന്താ രേണുവെടുത്തി, ഞാനും കൂടണോ? വേണ്ട, എന്റെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന മേലേടത്തിന് പഥ്യം. ഇല്ലത്ത് വന്നാ ഞാനുണ്ടാക്കുന്ന കഴിക്കാതെ മേലേടം പോവില്ല. ഈ മേലേടം ആള് കേമനാണോ? ആണോന്നോ? നല്ല കഥ തന്നെ. താൻ വലിയ അറിവുള്ള ആളല്ലേ, എന്നിട്ട് മേലേടത്തെ കുറിച്ച് അറിയില്ല? വലിയ ജ്ഞാനിയാ. ഇപ്പൊ തന്നെ കേട്ടില്ലേ, നാളെ വിദേശത്തേക്ക് പോവാത്രേ. പിന്നെ 15 ദിവസം കഴിയണം വരാന്ന്. അത്രയ്ക്ക് തിരക്കുള്ള ആളാ. ലക്ഷണക്കേട് കണ്ടിട്ടും ഇവിടത്തേക്കായതുകൊണ്ടാ ഇന്ന് തന്നെ വരാന്ന് സമ്മതിച്ചത്. ദേവപ്രശ്നം വെച്ച് കാര്യങ്ങൾ പറയുന്നതിൽ മാത്രമല്ല ഭട്ടതിരിയുടെ കഴിവ്. ഏതൊരാളെയും ഭട്ടതിരി ഒന്ന് നോക്കിയാ മതി, ആ ആളുടെ മനസ്സിലുള്ളതൊക്കെ അച്ചട്ടായി മനസ്സിലാക്കി പറയും. ഉദാഹരണത്തിന്, നീ ആരാണെന്നും തന്റെ ഇല്ല എവിടെയാണെന്നും താൻ ചിന്തിക്കുന്ന എന്താണെന്നും താൻ എന്തിനായി ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നതെന്നും വരെ വേണമെങ്കിൽ ഭട്ടതിരി പറയും. എന്തായാലും ഭട്ടതിരി ഇങ്ങ് എത്തിക്കോട്ടെ. തന്നെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും വള്ളി പുള്ളി വിടാതെ പറയിപ്പിക്കുന്നുണ്ട് ഞാൻ. ലക്ഷണക്കേട് ഭട്ടതിരിക്ക് തോന്നിയതുകൊണ്ട് ദേവപ്രശ്നം ഒഴിവാക്കിക്കൂടെ? പാടില്ല, ഇന്ന് തന്നെ നടത്തണം. അതാ മുത്തശ്ശിയുടെ തീരുമാനം. ഇന്ന് നടന്നില്ലെങ്കിൽ പിന്നെ 10-15 ദിവസം കഴിയേണ്ടി വരും. മേലെടുത്ത് ഭട്ടതിരിയെ വരുത്താതിരിക്കാൻ എന്താ ഒരു മാർഗം? ശുഭകാര്യങ്ങൾ ഗണിച്ചറിയാൻ വരുമ്പോ പച്ചമടല് കാൽക്കൽ വീഴുക. ലക്ഷണം അപലക്ഷണം. ഭഗവതി കാളി, നാഗമടത്ത് ദേവതയെ എന്താ ഇങ്ങനെ തുടർച്ചയായ അപലക്ഷണങ്ങൾ? നോക്കാം. നമസ്കാരം തിരുവേനി. നമസ്കാരം. നമസ്കാരം. എന്താ ശങ്കുണ്ണിയാരെ, കാര്യങ്ങൾ മൊത്തം മോശമാണല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ അങ്ങയെ വിളിച്ചു വരുത്തിയത്. ഉടപ്പറന്നോട് വല്ലാത്ത വിഷമാവസ്ഥയിലാ. എന്തൊക്കെയോ ദുർനിമിത്തങ്ങള്. പടിയേറ്റത്തിന് മുമ്പ് പലതും സംഭവിക്കുമെങ്കിലും ഇതുപോലൊന്നും നടന്നു കണ്ടിട്ടില്ല. നാഗമഠത്തേക്ക് എന്നും മേലേടം യാത്ര പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ശുഭശകുനം കണ്ട ചരിത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നത് തിരിച്ചായി. തുടർച്ചയായി ദുശകുനം. സാരമില്ല, നാഗമടത്തമ്മ കൽപ്പിച്ചാൽ അതിൽ കവിഞ്ഞൊന്നുമില്ലല്ലോ. രേണു, എന്താ മേലെടുത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കണത്? അങ്ങേക്ക് ഇഷ്ടായതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓ,
പരിചയമില്ലാത്തൊരു മുഖം. ആരാണാവോ? പടിയേറ്റത്തിന് വന്ന തായ്വഴിയിൽപ്പെട്ട കുട്ടിയാ. ചന്ദ്രാദിത്യ വിമർദ്ദന. എന്താ മേലടം? നാഗമടത്തമ്മയോടുള്ള കാര്യങ്ങൾ ഉണർത്തിച്ചാൽ തെറ്റാകൂ? ഏയ്, ഒരു തെറ്റും ആവില്ല. ഉള്ളത് ഗണിച്ചറിയാനല്ലേ മേലടത്തിനെ വിളിച്ചു വരുത്തിയിരിക്കണത്. എന്താ പ്രശ്നം? തുറന്നു പറയൂ. ഒന്നും ഒളിക്കണ്ട. അത് നല്ലതായാലും ചീത്തയായാലും. പോരാ, ലക്ഷണം നല്ലതല്ല. തറവാട്ടിൽ ദുർമരണങ്ങളും ദുർനിമിത്തങ്ങളും നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്റെ ദേവി, നാഗത്തമ്മരെ. പ്രശ്നവശാൽ എല്ലാം മോശമാ. പടിയേറ്റിനെ തുടർന്നുള്ള കർമ്മങ്ങളും നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ വന്നിരിക്കുന്നത്. എന്താ മേലട ഈ പറയണേ? ഇത്രയ്ക്കും ദോഷങ്ങൾ കാണാൻ ഇപ്പൊ എന്താ ഉണ്ടായേ? പടിയേറ്റവും സപ്തതി ആഘോഷവും നടന്നു കാണാൻ ഒരുപാട് വിഘ്നങ്ങൾ മുന്നിലുണ്ട്. എന്റെ നാഗത്തമാരെ,
യഥാർത്ഥത്തിൽ പടിയേറ്റിന് മുമ്പേ കാണേണ്ടതുള്ള വിധിപ്രകാരമുള്ള സ്വപ്ന ദർശനം ഒരാൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അയ്യോ, കണ്ടവർ അത് മറച്ചുവച്ചിരിക്കുന്നു. അതിന്റെ വിഘ്നങ്ങളാ മുഴുവനും. എന്റെ ദേവി, എന്താ മേലടോ ഇത്? സ്വപ്ന ദർശനം നടന്നു കഴിഞ്ഞുവെന്നോ? ഒരിക്കലും ഇല്ല. നാഗമഠത്തെ പുതിയ പൂജാരിണിയാവാൻ വിധിക്കപ്പെട്ടവർ സ്വപ്ന ദർശനം കണ്ടാൽ ആ നിമിഷം വിവരം അറിയിക്കും എല്ലാവരെയും. ഈ നാഗമഠത്തെ പാരമ്പര്യം ഇതാണ്. ഇതുവരെ ആരും ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടതായി അറിയിച്ചിട്ടില്ല. നാഗമഠത്തമ്മ പറയുന്നതൊന്നും തെറ്റാണെന്ന് കരുതുന്നില്ല. പക്ഷേ മേലേടത്തിന്റെ കണക്കുകൂട്ടലുകൾ ഒരിക്കലും തെറ്റില്ല. സ്വപ്നം കണ്ടിരിക്കുന്നു. ഇല്ലത്തെ ആരോ ഒരാൾ. ആ വ്യക്തി ആ സത്യം തുറന്നു പറയണം. അത് തുറന്നു പറയാത്ത പക്ഷം ആ സ്വപ്നം കണ്ട വ്യക്തിക്കോ ഈ ഇല്ലത്തുള്ള ആന്തരിക്കോ നാഗദംശനമേക്കാനുള്ള സാധ്യത വരെ പ്രശ്നവശാൽ കാണുന്നു. അമ്മേ നാഗദേവി, എന്റെ നാഗത്താമാരെ, നാഗദേവി, ഈ ഇല്ലത്തെ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ. എന്റെ നാഗത്താമാരെ തുണയ്ക്കണേ. മുത്തശ്ശി, എന്താ എത്ര ആലോചിച്ചു കൂട്ടുന്നേ? മേലേടം ഗണിച്ചു പറഞ്ഞതിനെ കുറിച്ച് തന്നെയാണോ ചിന്ത? അതെ, മേലേടം പറഞ്ഞത് അത്രയും നെഞ്ചിക്കടന്ന് കടുക് പൊട്ടും പോലെ പൊട്ടുന്നുണ്ട്. എന്റെ തോന്നല് മേലേടത്തിന് തെറ്റിയതാണെന്നാ. സ്വപ്നദർശനം കണ്ടവരത് പറയാതിരിക്കോ? മേലേടത്തിന് തെറ്റില്ല, എനിക്ക് ഉറപ്പുണ്ട്. സ്വപ്ന ദർശനം കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവുന്ന് എന്റെ മനസ്സ് പറയണു. കണ്ടവരെന്താ അക്കാര്യം വെളിപ്പെടുത്താത്തതെന്നാ എന്റെ ഇപ്പോഴത്തെ ആശങ്ക മുഴുവൻ. ഓർക്കണുണ്ട്, ഞാൻ പണ്ട് പൂജാരണിയാകാൻ ഞാൻ സ്വപ്ന ദർശനം കണ്ടത് രാത്രിയുടെ 3-ാം യാമത്തിലാ. കണ്ട നിമിഷം തന്നെ ഇല്ലക്കാരെ വിളിച്ചുണർത്തി പറയുകയായിരുന്നു. അന്നില്ലത്തും നാട്ടിലും മുഴുവൻ എന്ത് ഉത്സവമായിരുന്നറിയോ? അന്ന് വരെ ഒരു സാധാരണ പെൺകുട്ടിയായി ജീവിച്ചു വന്ന ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ടാകെ അങ്ങ് മാറി. നാഗമഠത്തെ പൂജാരിണിയാകാൻ യോഗം കിട്ടുകയെന്ന് വെച്ചാ സുഹൃതം ചെയ്യണം. അത് കിട്ടിയിട്ടും പുറത്തറിയിക്കാതിരിക്കാൻ എന്തായിരിക്കും കാരണം? മനഃപൂർവ്വം പറയാതിരിക്കുകയാണെങ്കിൽ മേലേടം പറഞ്ഞ പോലെ ഒക്കെ സംഭവിക്കും. എന്റെ ദേവി, 300 കൊല്ലം മുമ്പ് ഇത്തരമൊരവസ്ഥയുണ്ടായതായി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് സ്വപ്ന ദർശനം കിട്ടിയിട്ടും പുറത്തറിയിക്കാതിരുന്ന ഇല്ലത്തമ്മ വിഷം തീണ്ടിയാ മരിച്ചത്. അതിനു മുമ്പേ അന്നത്തെ ഇല്ലത്തെ മൂത്ത നമ്പൂരി കിടക്കപ്പായിൽ നാഗദംശനം ഏറ്റു മരിച്ചു. അതിനുശേഷം ഒരാളും സ്വപ്ന ദർശനം മറച്ചു വെച്ചിട്ടില്ല.
അടുത്ത് താമസിക്കുന്നവർക്ക് മാത്രമല്ലല്ലോ സ്വപ്നദർശനം കാണാനുള്ള അവകാശം. തായ് വഴിയിൽ പെട്ടവർ കൂടി കാണാൻ അവകാശമുണ്ട്. അതെ, അങ്ങനെയും നടക്കാം. എന്തായാലും തായ് വഴികളിൽ പെട്ടവരുമായി ഒന്ന് ബന്ധപ്പെടണോ ഏട്ടാ? ആരെങ്കിലും ആ സ്വപ്ന ദർശനം കണ്ടിട്ടുണ്ടോന്ന് ഒന്ന് അന്വേഷിക്കുകയും വേണം. അനർത്ഥങ്ങളും ദുരന്തങ്ങളും ഒഴിവാക്കാനായി എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. വസുമതി എവിടെ? മേലേടം പോയ ശേഷം വിഷമിച്ചിരിക്കുക. ഉണ്ണിയേട്ടന് എന്തെങ്കിലും ഈശ്വരാ. സംഭവിക്കുമെന്ന് പേടിച്ച്. ഉണ്ണി, എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, എനിക്ക് ഒരു പേടിയില്ല. അല്ലെങ്കിലും നിനക്കൊന്നിനും ഒരു പേടിയില്ലാലോ. പക്ഷെ ഞങ്ങൾക്കാണ് ആദി നിന്റെ കാര്യത്തില് മാത്രമല്ല, സ്വപ്ന ദർശനം കണ്ടിട്ടും അത് മറച്ചു വെച്ച ആളോട്. കാരണം ദുരന്തം അവര് കാരണമാണ് ഉണ്ടാവണത്. ആ ആൾക്കും പലതും സംഭവിക്കാം. എന്റെ നാഗദേവി,